ഫുള്ള് പൊട്ടിപ്പൊളിയേണ്ട വന്നിരിക്കുന്നത്. ഞാനൊരു വിചിത്രമായ ട്രക്കിങ്ങിന് പോകാനായിട്ട് ബാഗൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കറണ്ടൊന്നും കിട്ടാത്ത സ്ഥലത്ത് നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത്, ട്രക്കിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ ഫോൺ ചാർജ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സംഭവമാണ് ഈ കാണുന്ന പവർ ബാങ്ക് എന്ന് പറയുന്നത്. പക്ഷേ ഈ കാണുന്ന പവർ ബാങ്കിന്റെ പവർ കഴിഞ്ഞാൽ നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് വേണ്ടത് കറണ്ടാണ്. എന്നാൽ പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ചാർജ് ആവുന്ന എന്തെങ്കിലും പവർ ബാങ്ക് ഉണ്ടോ നോക്കിയപ്പോഴാണ് ഒരു കിടിലൻ പവർ ബാങ്ക് ഞാൻ ഫ്ലിപ്കാർട്ടിൽ കാണുന്നത്. വീഡിയോ മാക്സിമം ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, അതുപോലെ ഇതുപോലത്തെ കിടിലൻ കണ്ടന്റ് കാണാനായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബും ഫോളോയും ചെയ്ത് വെച്ചേക്ക്. നമ്മുടെ വിചിത്രമായ പവർ ബാങ്ക് ഞാൻ ഓർഡർ ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഐറ്റം. സോ അൺബോക്സ് ചെയ്തിട്ട് ഉള്ളിൽ എന്താ വന്നതെന്ന് കാണിച്ചു തരാം. അതുപോലെ തന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന മൊബൈൽ ഫോൺ ഏതാണെന്ന് ജസ്റ്റ് കമന്റിൽ പറഞ്ഞോളൂ. ഗൈസ്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തായാലും ചാർജ് ചെയ്യാനായിട്ട് കറണ്ട് കാര്യങ്ങൾ വേണം ഈ പവർ ബാങ്ക് ആയാലും ഫോൺ ആയാലും. പക്ഷെ നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന പവർ ബാങ്ക് എന്ന് പറയുന്നത് ഒരു വിചിത്രമായ ഐറ്റാണ്. സോ എടുക്കാൻ പോവാണ് ഗൈസ്. ഫുള്ള് പൊട്ടിപ്പൊളിയായിട്ട് വന്നിരിക്കുന്നത്. എന്നാലും ഇതാണ് നമ്മുടെ ഐറ്റം. സോ ഇതാണ് നമ്മുടെ പവർ ബാങ്ക് എന്ന് പറയുന്നത്. 10,000 mAh സോളാർ എനർജി വെച്ചിട്ട് ചാർജ് ആവുന്ന പവർ ബാങ്ക് ആണ് ഇത്. എന്ന് വെച്ചാൽ എക്സ്ട്രാ ഇലക്ട്രിസിറ്റി കാര്യങ്ങളോ ഒന്നും വേണ്ട. ഇത് ചാർജ് ആവാനായിട്ട് വെറുതെ സൂര്യൻ്റെ അടിയിൽ വെച്ചാൽ മതി, ഇത് ചാർജ് ആയി കിട്ടും. സോ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കുറച്ച് അധികം പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട്. സോ എന്തൊക്കെയായാലും നമുക്ക് ഇത് എടുത്ത് നോക്കാം. ഓ ഗൈസ്, നോക്ക്, ഇവനാണ് നമ്മുടെ ആ ഒരു പവർ ബാങ്ക് എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ പവർ ബാങ്ക് എന്ന് പറയുന്നത്. ഇതാണ് സോളാർ പാനൽ കാര്യം വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ ബാക്ക് സൈഡിൽ ഇതിൽ പല ടൈപ്പിലുള്ള കേബിൾസും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ സൈഡിൽ ജസ്റ്റ് ഓൺ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ഐറ്റം കണ്ട ഇവിടെ ഓൺ ആയിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു പവർ ബട്ടൺ അമർത്തി പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിതൊരു ടോർച്ച് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നോക്ക്, ഞാൻ ഇവിടെ വെയിലത്താണ് വെച്ചിരിക്കുന്നത്. സോ ഈ സംഭവം എന്താ ഇങ്ങനെ ചാർജ് ആവും. പവർ ബാങ്ക് വെച്ചിട്ട് നമ്മുടെ ഫോൺ ചാർജ് ആക്കാൻ പറ്റും നോക്കി നോക്കാം. സോ എൻ്റെ സി ടൈപ്പാണ്, എന്ന് കണക്ട് ചെയ്യുക. ഗൈസ് നോക്ക്, ഇവിടെ ചാർജ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ സോളാർ വഴി ഇല്ലെങ്കിലും നിങ്ങൾക്ക് നോർമലായിട്ടും ചാർജ് ചെയ്യാൻ പറ്റും. ഒരുപാട് ട്രാവലിൽ നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഇപ്പോൾ അയച്ചു കൊടുത്തേക്ക്. അതുപോലെ തന്നെ ഈ കാണുന്ന വിചിത്രമായ പവർ ബാങ്ക് വാങ്ങാൻ താല്പര്യം, ഞാൻ എൻ്റെ പ്രൊഡക്റ്റ് അതിൽ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം.